മടി പറഞ്ഞിരിക്കാം, രാജാവിനെ വിളിച്ചിട്ടില്ലെന്ന് പറയാം, 30 ദിവസത്തേക്ക് ചെന്നാൽ കുഴപ്പമാണെന്ന് പറഞ്ഞിരിക്കാം. ഇല്ല, അവൾക്ക് മനസ്സിലായി ദൈവം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ ഇരുത്തിയിരിക്കുന്നത് ജനത്തിന് വേണ്ടി ശബ്ദിക്കാനാ. മൊർദെഖായി പറഞ്ഞു, നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷ ഉയരും. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ ശബ്ദിപ്പാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ക്രിമിനലുകൾ പെന്തിക്കോസിന്റെ മുഖം വിരൂപമാക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എല്ലാവരും രൂപാന്തരപ്പെടുമെന്ന് പ്രസംഗിക്കുമ്പോൾ, അത് കേട്ട് ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദുരുപദേശത്തിനെതിരെ ശക്തിയോടെ ശബ്ദിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭ ഉപദേശത്തിലും ജീവിതത്തിലും അടിത്തറയുള്ള ഒരു സഭയായി വളർന്നു വന്നത് അതിനുവേണ്ടി വില കൊടുത്തത് കൊണ്ടാണ്. പാസ്റ്റർ കെ.ഇ. എബ്രഹാം അവറുകൾ അതിനുവേണ്ടി വില കൊടുത്തു. പാസ്റ്റർ ടി.ജി. ഉമ്മൻ അവറുകൾ അതിനുവേണ്ടി വില കൊടുത്തു. പാസ്റ്റർ പി.എം. ഫിലിപ്പ് സാർ അതിനുവേണ്ടി വില കൊടുത്തു. പാസ്റ്റർ സി.കെ. ദാനിയേൽ സാർ അതിനുവേണ്ടി വില കൊടുത്തു. ഈ തലമുറയിൽ ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനത്ത് അതിനുവേണ്ടി വില കൊടുത്തുകൊണ്ട് പെന്തിക്കോസിന്റെ ശക്തി ഉയർത്തിക്കാട്ടുവാൻ, പെന്തിക്കോസിന്റെ ഉപദേശങ്ങൾ വിളിച്ചു പറയാൻ, ദുരുപദേശങ്ങളെ എതിർപ്പാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അതിനായിട്ടല്ലയോ ദൈവം നിന്നെ ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്? ഈ കുഷ്ഠരോഗികൾ ഒരു പ്രത്യേക തീരുമാനമെടുത്തു. ഞങ്ങൾ പാളയത്തിലേക്ക് പോവുകയാണ്. അവർ തീരുമാനമെടുത്ത സമയം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. സന്ധ്യാസമയത്ത് ആരാമ്യ പാളയത്തിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ട സമയത്ത് തന്നെ പാളയത്തിൽ സംഭവിച്ച കാര്യം ശ്രദ്ധിക്കുക. കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ പേടിച്ചുപോയി. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. എപ്പോഴാ ഓടിയെന്നറിയാമോ? ഈ കുഷ്ഠരോഗികൾ പാളയത്തിൽ ചെന്ന് കഴിഞ്ഞല്ല ആരാമ്യ സൈന്യം പേടിച്ചോടുന്നത്. അവരെ കണ്ടതായിരുന്നെങ്കിൽ പേടിച്ചോടത്തുമില്ല. അവരെ കണ്ടതായിരുന്നെങ്കിൽ അവരെ കൊല്ലുകയുള്ളായിരുന്നു. പക്ഷേ കഴിവില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും പണമില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി വൻകാര്യം ചെയ്യാൻ വിശ്വാസത്താൽ 4 കുഷ്ഠരോഗികൾ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ശത്രുപാളയത്തിൽ ദൈവം മഹാസൈന്യത്തിന്റെ ഇരമ്പല് കേൾപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ദൈവത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ നീ കാലെടുത്ത് കുത്തുന്ന സമയത്ത് തന്നെ നീ എവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അവിടേക്ക് ദൈവം തന്റെ സൈന്യത്തെ അയച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തി നീ ചെല്ലുന്നതിന് മുൻപ് ആ ദേശം നിനക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് തരുമെന്ന് ഇന്ന് രാത്രി നിനക്ക് വിശ്വാസമുണ്ടോ? ഏലിയാവിനെ കൊണ്ടുപോകുവാൻ അഗ്നിരഥങ്ങളെ ഇറക്കിയ ദൈവം തന്നെ ഏലിശയ്ക്ക് വേണ്ടി പട്ടണത്തിനു ചുറ്റും അഗ്നിമയങ്ങളായ രഥങ്ങളെ ഇറക്കിയ ദൈവം തന്നെ 4 കുഷ്ഠരോഗികൾ വിശ്വാസത്താൽ വൻകാര്യം ചെയ്യാൻ തുനിഞ്ഞപ്പോഴും അവർക്ക് വേണ്ടി മഹാസൈന്യത്തെ ശത്രുപാളയത്തിലേക്ക് ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഏലിയാവിന് വേണ്ടി സൈന്യത്തെ ഇറക്കിയ ദൈവം, ഏലിശയ്ക്ക് വേണ്ടി സൈന്യത്തെ ഇറക്കിയ ദൈവം, കുഷ്ഠരോഗികൾക്ക് വേണ്ടി സൈന്യത്തെ ഇറക്കിയ ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സൈന്യം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആയുധം ധരിച്ച് നിൽപ്പുണ്ട്. പോകാൻ തയ്യാറാണെങ്കിൽ ദേശം ക്ലിയർ ചെയ്തു തരും. വിശ്വാസത്തോടെ വൻകാര്യം ചെയ്യാൻ അവർ പുറപ്പെട്ടപ്പോൾ അവർ നടന്നാ പോയത്. ഭക്ഷണമില്ലാതാ പോയത്, വസ്ത്രമില്ലാതാ പോയത്. പക്ഷേ അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയുടെ വായിച്ച് കേൾപ്പിക്കാം. അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ അവിടെ ഇട്ടേച്ചാ പോയേക്കുന്നു. ശ്രദ്ധിക്കുക, വീടില്ലാഞ്ഞവൻ ശത്രുപാളയത്തിലേക്ക് ചെന്നപ്പോൾ
ശത്രു തന്നെ ഇവന് കൂടാരം അവിടെ ഒരുക്കി വെച്ചേക്കുക. ആയുധമില്ലാതെ പോയവന് ദൈവം സൈന്യത്തെ ഇറക്കിക്കൊടുത്തു. വാഹനമൃഗമില്ലാതെ പോയവൻ ശത്രുപാളയത്തിൽ ചെന്നപ്പോൾ ശത്രുവിന്റെ വാഹനം ഇവന് വേണ്ടി ഒരുക്കി വെച്ചേക്കുക. അവിടെ കുതിരകളെ ഒരുക്കി വെച്ചേക്കുക. വസ്ത്രമില്ലാതെ പോയവർക്ക് അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ വസ്ത്രം, മാത്രമല്ല ഭക്ഷണം ഇഷ്ടം പോലെ, വെള്ളിയും പൊന്നും വേണ്ടുന്നതെല്ലാം ശത്രുപാളയത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി വെറും കൈയോടെ നീ പുറപ്പെട്. ദൈവത്തിന് വേണ്ടി ഒരു വൻകാര്യം ചെയ്യാൻ, ശത്രുവിന്റെ പാളയത്തിലേക്ക് പോകാൻ നീ വെറും കൈയോടെ തയ്യാറാകെ. നിനക്ക് വേണ്ടുന്ന വാഹനമൃഗം, നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനം, നിനക്ക് പാർപ്പാനുള്ള പാർപ്പിടം, നിനക്ക് ധരിപ്പാനുള്ള വസ്ത്രം, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം, വെള്ളി പൊന്ന് എല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. ഇറങ്ങി പുറപ്പെടുന്നതിന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസമുണ്ടോ? കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസമുണ്ടോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയോടെ വരുമ്പോൾ പത്രോസിനോട് യേശു പറയുന്നത് വന്ന് ഭക്ഷിക്ക, വന്ന് പ്രാതൽ കഴിക്ക. വെറും കൈയോടെ വരുന്ന മനുഷ്യന് വേണ്ടി കനലിൽ ചുട്ട അടയും വറുത്ത മീനുമായി കരയിൽ കാത്തു നിൽക്കുന്ന യേശുവിനെ കണ്ട് ആ അപ്പം വാങ്ങി ഭക്ഷിച്ച് ആ മീൻനുറുക്കൽ ഭക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നിയ ആശയമല്ലയോ ലേഖനം എഴുതിയപ്പോൾ എഴുതി വെച്ചത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കാരണം പത്രോസ് അത് അനുഭവിച്ചതാ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വലഞ്ഞപ്പോൾ കരുതുന്ന ദൈവം അപ്പവും മീനുമായി കരയിൽ നിന്നതുപോലെ വിശ്വാസത്താൽ പുറപ്പെടാൻ തയ്യാറായാൽ വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ശത്രുപാളയത്തിൽ ചെന്ന് തിന്നുകുടിച്ച് മതിയാവോളം തിന്നു കഴിഞ്ഞപ്പോൾ ഈ കുഷ്ഠരോഗികൾക്കൊരു കുറ്റബോധമുണ്ടായി. അവർ പറഞ്ഞ വാചകം ഇതാണ്: നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. എന്തുവാ? നമ്മൾ തന്നെ തിന്നുക, തിന്നോര് തന്നെ തിന്നുക, തിന്നോരെ തന്നെ വീണ്ടും തീറ്റിക്കുക. പക്ഷേ തിന്നിട്ടില്ലാത്ത, ആഹാരമില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേര് ബാക്കി കിടക്കുന്നു. ഇവർ പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നമുക്കപ്പം കിട്ടി, അപ്പം എവിടെയുണ്ടെന്ന് അറിയാത്ത ആളുകളുണ്ട്. എന്തുവാ സുവിശേഷീകരണം? സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം കണ്ടെത്തിയ ഭിക്ഷക്കാരൻ അപ്പമില്ലാതെ വിശക്കുന്ന ഭിക്ഷക്കാരനോട് ഭക്ഷണം എവിടെ കിട്ടുമെന്ന് പറയുന്നതാണ് സുവിശേഷീകരണം. മനസ്സിലായോ? ലോക്കൽ കൺവെൻഷനും തിന്നു, സെൻട്രൽ കൺവെൻഷനിലും തിന്നു, കുമ്പനാട് കൺവെൻഷനിലും തിന്ന് നമ്മുടെ വയറ് നിറച്ചാണ്ടുതോറും തിന്നു കൊഴുത്താൽ പോരാ. ഇതുവരെ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ വടക്കൻ മലബാറിലും വടക്കേ ഇന്ത്യയിലും വിശപ്പ് അനുഭവിക്കുമ്പോൾ നാം ഈ ചെയ്യുന്നത് ശരിയല്ല. കൺവെൻഷൻ നടത്തുന്നത് ശരിയല്ലെന്നല്ല പറഞ്ഞത്. തിന്നവർ തിന്നാത്തവരോട് ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയാത്തത് ശരിയല്ല. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. സദൃശവാക്യം 24-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക. എന്തുവാ നമ്മുടെ കടമ? ഈ കുഷ്ഠരോഗികൾ തീരുമാനിച്ചു, നമ്മൾ ഭക്ഷണം കണ്ടെത്തി, പക്ഷേ ഈ ഭക്ഷണം കിട്ടിയത് അറിയാത്ത ആളുകളുണ്ട്. ശലോമോൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക: മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക, കൊലക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ, കൊലക്കായി വിറച്ചുകൊണ്ട് ചെല്ലുന്നവരെ, പാതാളത്തിന്റെ ആടുകളായി നിത്യ നരകത്തിലേക്ക് വിറച്ചുകൊണ്ട് ചെല്ലുന്നവരെ വിടുവിക്കാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? ഇന്ന് രാത്രി സകല ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? ഇന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ഈ രാജ്യത്തിന്റെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ജീവന്റെ അപ്പം രുചിച്ചിട്ടില്ലാത്ത ജനഗോളിയുടെ ഇടയിലേക്ക് ഇന്ന് രാത്രി എല്ലാം വിട്ട് മുഴുവനായി പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ലെങ്കിലും വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും ഏതെങ്കിലും പുതിയ മിഷൻ ഫീൽഡിൽ പോയി സുവിശേഷം അറിയിപ്പാൻ ഇന്ന് രാത്രി ഒരു തീരുമാനമുണ്ടായാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ വലിയ കാര്യം അതാ. രാത്രി തയ്യാറാണോ? ജീവന്റെ അപ്പം കണ്ടെത്തിയ,
കുഷ്ഠരോഗികൾ അപ്പം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അപ്പം എവിടെ കിട്ടുമെന്ന് അവർ പ്രാകാരത്തിൽ ചെന്ന് കാവൽക്കാരനോട് പറഞ്ഞു. കാവൽക്കാരനത് രാജാവിന് അറിവ് കൊടുത്തു. രാജാവ് പ്രജകളോട് പറഞ്ഞു, ഒരുവനോട് പറഞ്ഞ് അത് വിളംബരം ചെയ്ത് എല്ലാവർക്കും ഭക്ഷണം കിട്ടിയതുപോലെ ജീവന്റെ അപ്പം മതിയാവോളം ഭക്ഷിച്ച നാം ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ലാത്ത ആളുകളോട് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞ് ഭാരതം മുഴുവൻ സുവിശേഷം കേൾക്കുവാൻ ഒരു വൻകാര്യം ചെയ്യാൻ ഒരുക്കമാണോ? എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ തലകളും അടക്കാം. ദൈവത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി ഒരു വൻകാര്യം ചെയ്യാൻ ഇന്ന് രാത്രി ഹൃദയത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പനെതിരാണെങ്കിലും ഭാര്യ എതിരാണെങ്കിലും മക്കളെതിരാണെങ്കിലും സാഹചര്യം എതിരാണെങ്കിലും എല്ലാം പ്രതികൂലമാണെങ്കിലും അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. നീ പോകുന്ന ഇടത്തേക്ക് നിനക്ക് മുൻപായി ദൈവത്തിന്റെ സൈന്യത്തെ അയച്ച് വഴി നിരത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നീ കരുതിയിട്ടില്ലാത്ത വീടുകൾ, കുതിരകളും കഴുതകളും വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും നിനക്ക് വേണ്ടി ഒരുക്കാൻ ദൈവം തയ്യാറാണ്. നാം ഈ ചെയ്യുന്നത് ശരിയല്ല. ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും സുവിശേഷം പറയുവാൻ, ഒരാഴ്ചയെങ്കിലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി ഒരു വൻകാര്യം ചെയ്യാൻ മനസ്സിൽ തീരുമാനമുണ്ടെങ്കിൽ കരമുയർത്തിയാട്ടെ. കരമുയർത്തിയവർ വെറുതെ ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് കൈ ഉയർത്തണ്ട. അതിന് ഒരുക്കമാണെങ്കിൽ, അത് ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ മാത്രം കരമുയർത്ത്. ദയവായിട്ട് എഴുന്നേറ്റ് നിന്നാട്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ ഇന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും മിഷണറിയോട് ചേർന്ന് വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും വടക്കേ ഇന്ത്യയിൽ പോകാൻ തയ്യാറല്ലെങ്കിൽ മലബാറിലെങ്കിലും പോകാൻ ഒരാഴ്ചയെങ്കിലും വർഷത്തിൽ ഒരു മിഷൻ ട്രിപ്പിന് ഒരുക്കമാണെങ്കിൽ, ഒരു വൻകാര്യം ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ ഈ കൺവെൻഷൻ പ്രയോജനപ്പെട്ടു. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിച്ചു. നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങളുടെ സമർപ്പണമായി. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ വത്സൻ എബ്രഹാം ദയവായി ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമേ. Father, you see these your children who have made a commitment in response to your word and the nudge of the Holy Spirit. പ്രിയ പിതാവേ, അവിടുത്തെ വചനത്തോട് പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്താൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ കാണുന്നതിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. Lord, you have promised they that honor you, them you will honor. കർത്താവേ, അങ്ങയെ മാനിക്കുന്നവരെ നീ മാനിക്കുമെന്ന് അവിടുത്തെ വചനം ഞങ്ങളോട് പറയുന്നുവല്ലോ. Lord, they have honored your word. കർത്താവേ, അവിടുത്തെ വചനത്തെ അവർ മാനിച്ചുവല്ലോ. They have honored the nudge of the Holy Spirit. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് അവർ പ്രതികരിക്കുന്നല്ലോ. So I pray in Jesus' name that you would honor their commitment. കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ സമർപ്പണത്തെ അങ്ങ് ആദരിക്കുമാറാകണമേ. Grant them the anointing of the Holy Spirit to execute the commitment that they have made in your presence. കർത്താവേ, അവിടുത്തെ സന്നിധാനത്തിൽ അവർ ചെയ്തിരിക്കുന്ന തീരുമാനം നടപ്പാക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങ് അവർക്ക് നൽകുമാറാകണമേ. Father, reveal to them tonight the place that they need to go to proclaim the good news where people have never heard about Jesus Christ.